ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വെബ്സൈറ്റിൽ കസ്റ്റമർ റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് നമ്മൾ ഷോപ്പിഫൈ സ്റ്റോറിൽ കയറിയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോർ ഞാൻ 24 hours ഡ്രോപ്പ് ഷിപ്പിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റോറാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പേജിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റിവ്യൂസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ കുറേ പെയ്ഡ് വെർഷനായിട്ടും ഈ റിവ്യൂസും കാര്യങ്ങളും കൊടുക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതും വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള ആപ്സ് അത്ര പോപ്പുലർ അല്ല. അപ്പോൾ ഞാൻ അത് ഏത് ആപ്പാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ആപ്സ് സെലക്ട് ചെയ്തിട്ട് ആൾ റെക്കമെൻഡഡ് ആപ്സിൽ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ആപ്പിൻ്റെ പേര് ട്രസ്റ്റോ എന്നാണ് കേട്ടോ. ഓക്കെ, ട്രസ്റ്റോ. ഇപ്പോൾ ഇതാണ് ഒരു ആപ്പ്. ഇപ്പോൾ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പെയ്ഡ് കൊടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഈ ആപ്പിൽ. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആപ്പ്. നിങ്ങൾ ഈ ഒരു പേജിലായിരിക്കും എത്തുന്നത്. ഇതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കണ്ടിന്യൂ എടുക്കുക. അതിന് മുമ്പായിട്ടൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളൊക്കെ അവർ ഇമെയിലായിട്ട് നിങ്ങളത് ഇപ്പോൾ ചോദിക്കില്ല. ഇപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 30 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് അങ്ങനത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റില്ല. അത് എത്ര ദിവസം കഴിഞ്ഞ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിന് 14 ദിവസം വയ്ക്കണം. ഓക്കെ, കണ്ടിന്യൂ. അടുത്ത് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ അവർ തരുകയാണെങ്കിൽ ഇപ്പം സാധാരണ ആൾക്കാർ റിവ്യൂ ഇടുന്ന സമയത്ത് എഴുതിയിട്ടിട്ട് മാത്രം പോകും. ഈ റിവ്യൂസും കാര്യങ്ങളൊന്നും ഫോട്ടോയും വീഡിയോസും ഒന്നും തരത്തില്ല. അങ്ങനെ തരുന്നവർക്ക് 50% അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫർ കൊടുക്കാൻ പറ്റും. അങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോയും കൂടെ എടുത്തിടും. പിന്നെ ഇവിടെ 10% വയ്ക്കുകയാണ്. ഓക്കെ, അത് മറ്റേ റിവ്യൂ റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും പേജ് വരുന്നത്. ഇതിൻ്റെ ഒരു ഹോം പേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനായിട്ട് ഇപ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റോറിൽ പോവുക. ഓക്കെ, ഓൺലൈൻ സ്റ്റോറിൽ പോയിട്ട് തീം എടുത്തതിന് ശേഷം കസ്റ്റമൈസ് ചെയ്യണം. ഓക്കെ, കസ്റ്റമൈസിൽ പോയിട്ട് ഈ ഒരു ആപ്പ് എംബഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ട്രസ്റ്റോ എന്ന് പറഞ്ഞ ആപ്പ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സേവ് എടുക്കുക. സേവ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും, കസ്റ്റമർ റിവ്യൂസ്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലൊന്നും നടക്കും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലോട്ടൊന്ന് കയറുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ താഴെ വന്നിട്ട് ഞാൻ റിവ്യൂ ചെയ്തതാണ്. സ്റ്റാർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നെയിം ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് റിവ്യൂ എടുക്കുക. അപ്പം റിവ്യൂ കൊടുക്കുന്നവർക്ക് ഈ 10% കൂപ്പൺ കിട്ടും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റിവ്യൂസിൽ ഞങ്ങൾക്ക് ഇവിടെ 5 സ്റ്റാർ വന്ന് കിടക്കും. അതുപോലെ നിങ്ങൾ പ്രോഡക്റ്റ് പേജ് നോക്കുന്ന സമയത്ത് താഴെ ഇങ്ങനെ റിവ്യൂ എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര റിവ്യൂ ആണ് അത്ര റിവ്യൂ ആഡ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം കാണിച്ചു തരാം.
ഈ ഒരു മോഡൽ ഇവിടെ സ്റ്റാർ വരും. അതുപോലെ തന്നെ താഴെ ഇങ്ങനെ റിവ്യൂ എടുക്കും. മൊബൈലിൽ നോക്കുമ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട്, അതുപോലെ നിങ്ങൾ 5 സ്റ്റാർ മാത്രം ആക്കാതെ 4 സ്റ്റാറും 3 സ്റ്റാർ വേണം കിട്ടാതെ 5 സ്റ്റാറും 4 സ്റ്റാറും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂസ് കൊടുക്കുക. അപ്പോൾ 4.9 4.8 ആ റേറ്റിംഗിൽ വരും. അതൊക്കെ നല്ലൊരു റേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് ടെസ്റ്റിമോണിയൽസ് അതുപോലെ കസ്റ്റമർ റിവ്യൂസൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.